സന്തോഷം. നല്ലൊരു പ്രൊജക്റ്റ് ആണ്. നല്ല എന്താ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര പ്രതീക്ഷയുള്ള ഒരു സിനിമ തന്നെയാണ്. നല്ല രീതിയിൽ വരാൻ എല്ലാവരും പ്രാർത്ഥിക്കുക. ഇതിന് വലിയ രീതിയിൽ ഖാലിദ് റഹ്മാനൊക്കെ ഒരുമിച്ചാണ് ഈ സിനിമ വരുന്നത്. അപ്പൊ എത്രത്തോളം അതിന്റെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്? തീർച്ചയായിട്ടും തുടക്കം മുതല് റഹ്മാൻകാട് പടങ്ങളെല്ലാം ഫോളോ ചെയ്യുന്ന ഒരാളാണ്. റഹ്മാൻകാട് പടങ്ങളെല്ലാം ഇഷ്ടമുള്ള ഒരാളാണ്. കൂടെ വർക്ക് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുള്ള ഒരാളാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു കോൾ വന്നപ്പോ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. ലുക്മാനും ബോക്സിംഗ് പഠിക്കുന്നതായിട്ടുള്ള വീഡിയോസ് എല്ലാം വേണ്ട. വീഡിയോസ് അല്ല, ഒരു ഫോട്ടോ അതേപോലെ ഇതൊരു ബോക്സിംഗ് റിലേറ്റഡ് മൂവിയാണ്. അപ്പൊ തീർച്ചയായിട്ടും നെസ്ലി ഇപ്പൊ ഒരു കോമഡി റോളുകളാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. എക്സ്പ്ലോർ ചെയ്യാത്തൊരു സിനിമയാണല്ലോ, ഫൈറ്റും കാര്യങ്ങളും. അപ്പൊ അത് പ്രാക്ടീസ് ഈ പ്രൊജക്റ്റിലെ എന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഫാക്ടർ അത് തന്നെയാണ്. തീർച്ചയായിട്ടും ആ ഒരു എക്സൈറ്റ്മെന്റ് ഫാക്ടർ ഉണ്ട് ഈ പടത്തിൽ. ഇപ്പോ ഞാനും എക്സൈറ്റഡ് ആണ് ഇതെങ്ങനെ വരും എന്നുള്ളത് അറിയാനായിട്ട്. കൂടുതലും ആദ്യം വർക്ക് ചെയ്യുന്ന ആൾക്കാർ, പുതിയ ആൾക്കാർ, അവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യുന്നത്. അല്ലല്ല, ഇതിനു മുമ്പ് എനിക്ക് പരിചയമുള്ള ആൾക്കാർ തന്നെയാണ്. സന്ദീപ് ആണെങ്കിലും ഫ്രാങ്കോ ഉണ്ട് ഇതില്. അപ്പൊ തണ്ണീർമത്തലിന് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. പിന്നെ ഇവരെല്ലാവരും നേരത്തെ അറിയുന്നതാണ്. വർക്ക് ചെയ്യുന്നത് കുറെ നാൾക്ക് ശേഷം, ഫ്രാങ്കോനായിട്ട് കുറെ നാൾക്ക് ശേഷമാണ്. പിന്നെ ബാക്കി ഉള്ളവരായിട്ടെല്ലാം ആദ്യമായിട്ടാണ്. പിന്നെ ഗണപതിനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ്. പിന്നെ അറിയാം, എല്ലാം അറിയുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പൊ ആ ഒരു ഖാലിദ് റഹ്മാൻ എന്ന് പറഞ്ഞാൽ ആളുടെ ഓരോ സിനിമകളും ഓരോ ടൈപ്പ് ജോണർ പലത് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു ഡയറക്ടറാണ്. അപ്പൊ ആളുടെ ഒരു സിനിമയിലേക്ക് ഒരു ഓഫർ വരിക, ഇങ്ങനെ ഒരു സംഭവം വരിക എന്ന് ആദ്യമേ തന്നെ വന്നപ്പോ എന്താണ് ഭയങ്കര സന്തോഷം തോന്നി. പിന്നെ കഥ കേട്ട് അത് ഭയങ്കര രസമുണ്ട്. അപ്പോ അത് കൂടുതൽ സന്തോഷം തോന്നി. അതിലേക്ക് ഇന്നവൻ അതിൽ ഒരു പാർട്ടാവാൻ പറ്റിയതിൽ ഭയങ്കര ഹാപ്പിയാണ്. നെസ്ലിന്റെ ഈ റോൾ എത്രത്തോളം ചാലഞ്ച് ചെയ്യാണ്? കാര്യം കണ്ടുവരുന്ന ഒരു സിനിമയില് പോലെയല്ല, ഇതൊരു ബോക്സിംഗ് ടൈപ്പ് മൂവിയാണെന്ന് പറഞ്ഞു അല്ലേ? ഫൈറ്റും കുറച്ച് മൂവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പോർട്സ് കോമഡി ജോണറിൽ വരുന്ന ഒരു മൂവി ആണ്. അപ്പോ തീർച്ചയായും കോമഡി എലമെന്റ്സ് എല്ലാം ഉള്ള ഒരു പരിപാടിയാണ്. നോക്കാം എന്തായാലും. ഞാനും വളരെ എക്സൈറ്റഡ് ആണ് ഈ പരിപാടി എങ്ങനെ വരും എന്നുള്ളത് അറിയാനായിട്ട്. ബോക്സിംഗ് പ്രാക്ടീസ് നടന്നപ്പോ ഇവരോടൊപ്പം പ്രാക്ടീസ് ചെയ്തപ്പോ അല്ലെങ്കിൽ അവരോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്തപ്പോ അതെങ്ങനെ ഉണ്ടായിരുന്നു? ഫണ്ണായിരുന്നു? ഭയങ്കര ഫണ്ണായിരുന്നു. എല്ലാവരുമായിട്ട് ഒരു റാപ്പ് ഇതിനു മുമ്പേ തന്നെ കുറച്ച് നാൾ മുമ്പേ ഞങ്ങൾ ട്രെയിനിങ് തുടങ്ങിയായിരുന്നു. അപ്പൊ എല്ലാവരുമായിട്ടും ആ ഒരു റാപ്പും ഉണ്ട്. അത് ഭയങ്കര ഈസി വർക്ക് ചെയ്യാനായിട്ട്. ഈ സിനിമ കഴിയുമ്പം ആക്ഷൻ ഹീറോ ആയിട്ട് മാറോ നെസ്ലിൻ? എനിക്കറിയില്ല. ഫാമിലി 2 എന്തായാലും 2025 ആവും എന്തായാലും. പുതിയ കാസ്റ്റ് അതിൽ നമുക്ക് പ്രതീക്ഷിക്കാവോ ഫാമിലി 2? അതൊന്നും എനിക്കറിയില്ല. എല്ലാം ഗിരീഷേട്ടനോടും ഭാവന സ്റ്റുഡിയോസിനോടും ഒക്കെ ചോദിക്കേണ്ടി വരും. അടിപൊളി. എന്തായാലും താങ്ക് യു എല്ലാവരോടും വന്നതില്. എല്ലാവരുടെയും ബ്ലെസ്സിങ്സ് ഉണ്ടാവണം.